Hi guys, this is Ashish This is Avinash. and we are D Company. ഞാൻ മറന്നുപോയി ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ വി ബാക്ക് വിത്ത് അനദർ വീഡിയോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മളെന്താ കാണാൻ പോകുന്നത് രാവണപ്രഭു തിയേറ്ററിക്കൽ റിലീസ് ട്രെയിലർ റിയാക്ഷൻ. പിന്നെ പഴയ മൂവിയുടെ ട്രെയിലറൊക്കെ ഇവൻ ഈ ആക്ച്വലി പഴയ മൂവീസ് ഒന്നും കണ്ടിട്ടില്ല, രാവണപ്രഭു ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ട്രെയിലറെങ്കിലും ഇരുത്തി ഒന്ന് കാണിക്കണമല്ലോ, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. സോ ദിസ് വൺ കെയും നീ ജനിച്ച വർഷമാണ് ഇത് ഇറങ്ങിയത് 2001. നിന്റെ പ്രായമാണ് ഈ സിനിമയ്ക്ക്. ഓക്കെ, നമ്മുടെ പ്രായം ഇവിടെ നിന്ന് വിഷയമൊന്നും. ഓക്കെ ഓക്കെ, നമുക്കപ്പോൾ അത് കണ്ടു നോക്കാം. ഓക്കെ, നമുക്കപ്പം രാവണപ്രഭുവിന്റെ ട്രെയിലർ റിയാക്ഷൻ, എൻ്റെ അല്ല അവൻ്റെ റിയാക്ഷൻ നോക്കിയാൽ മതി. ഓക്കെ, അത് ആ സമയത്ത് ഈ ട്രെയിലർ കണ്ടിട്ടുണ്ടോ? ഇല്ല. ട്രെയിലർ കാണുന്നേ. എടാ ഞാൻ ഈ മൂവീസ് കണ്ടിട്ടുണ്ട്, നീ മൂവി ട്രെയിലർ കണ്ടിട്ടുണ്ടോ? ഇടിക്കും ഞാൻ ഗൈസ്. ഓക്കെ, 3, 2, 1 ആൻഡ് മംഗലശ്ശേരിയിൽ അമ്മ തനിച്ചാണ്. ആ മണ്ണ് തിരിച്ചു കിട്ടണം. ആരുടെ കയ്യിൽ നിന്നായാലും ഞാൻ തിരിച്ചു സമയത്ത് ഈ ക്ലാരിറ്റി ഉണ്ടോ ബ്രോ? റീമാസ്റ്റർ ചെയ്താലല്ലോ ഗെയിമൊക്കെ റീമാസ്റ്റർ ചെയ്ത പോലെ. I don't think so. മംഗലശ്ശേരിയിൽ അമ്മ തനിച്ചാണ്. ആ മണ്ണ് തിരിച്ചു കിട്ടണം. ആരുടെ കയ്യിൽ നിന്നായാലും ഞാൻ തിരിച്ചു വാങ്ങും. അവൻ എന്ത് ഭാവിച്ചാലും നടക്കും. അവന്റെ അച്ഛന്റെ പേര് മംഗലശ്ശേരി നീലകണ്ഠൻ ആയതുകൊണ്ട് അതേപോലെ ചില സീൻസ് കണ്ടിട്ടുണ്ട് ഹൈവേ സീൻ. ഹീറോ ആയിരുന്നു കാർത്തി. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ഇതിനകത്തെ പാട്ടാണല്ലേ? ഭാര്യയുടെ പറയും പോലെ ഇതിനകത്തെ പാട്ടല്ലേ? ശ്രീനിവാസ സവാരി ഗിരിഗിരി കയ്യട് മോനെ. ആഗ്രഹിക്കുന്ന എനിക്ക് കിട്ടും, വാങ്ങും ഞാൻ. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി, കാർത്തികേയൻ. കഥയിൽ നിങ്ങളാണ് രാവണനെങ്കിൽ സീ വിടുവേ, രാമൻ ചുറ്റിപ്പോകും സാർ. എന്നാ ഞങ്ങള് ചലിക്കട്ടെ. അരി വറക്കല്ലേ? കൊള്ളാം അല്ലേ? എടുത്തു കൊള്ളാം. ഞാൻ ചോദിച്ചു എടുത്ത് താൻ കണ്ടിട്ടുണ്ടോന്ന്. ഞാൻ കണ്ടിട്ടില്ല, എടുത്ത് റീമാസ്റ്റേർഡ് ആണ് അല്ലേ? പക്ഷെ എന്തായാലും എങ്ങനെയുണ്ട് ഇത്? പാട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ ചെറിയ ചെറിയ സീനുകളും കണ്ടിട്ടുണ്ട്. എവിടെയാണ്? കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാം അധികം യൂസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അതിനകത്തൊക്കെ മാസ് സീനുകളൊക്കെ നമുക്ക് കാണാമല്ലോ. അപ്പം അതിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ പാട്ട് ഇതിനകത്താന്ന് വിചാരിച്ചില്ല. കാരണം കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഒരു ടച്ച് പിടിച്ച ഐ തിങ്ക് കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊരു സിനിമയാണെന്ന് ഞാൻ വിചാരിച്ച ആ പാട്ട്. എന്തായാലും കൊള്ളാം. പക്ഷേ എഡിറ്റ് കൊള്ളാം. അടിക്കൊക്കെ കാണാം. ആരെഡിറ്റ് ചെയ്തേക്കുന്നത്? എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് മാച്ചിനോ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, എനിക്കും ഇഷ്ടമാണ്. പക്ഷേ ബാക്കിയുള്ള ആക്ടേഴ്സിനെ വെച്ച് നമുക്കൊരു ഒരാളോട് ഭയങ്കര ഇഷ്ടം തോന്നുമല്ലോ. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഐക്കോണിക് ഹീറോ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്ന ഒരാള് മൂപ്പരാണ്. കാരണം പഴയത് ഞാൻ കുറെയൊക്കെ കണ്ടിട്ടില്ല. ബട്ട് പഴയത് കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ഇതേ വർഷം ഇറങ്ങിയ വേറൊരു സിനിമയിൽ ഈ മീശ പിരിച്ചത് താഴോട്ടേക്ക് ആയി കഴിഞ്ഞാൽ അത് കോമഡി സിനിമയാവും. വേറൊരു സിനിമയാവും, അതൊരു കോമഡി സിനിമയാവും. അങ്ങനെ മീശ പിരിച്ചു കഴിഞ്ഞാല് സ്ഫടികത്തിനകത്ത് മീശ പിരിച്ച് നിൽക്കുന്നു. സ്ഫടികത്തിനകത്തെ മീശ, ഇത് അഖിൽ മരാർ പറഞ്ഞല്ലോ, സ്ഫടികത്തിനകത്തെ മീശ താത്തി വെച്ച് കഴിഞ്ഞാൽ സേതുമാധവനോ അച്ഛനാടാ പറയുന്നത് കത്തി താഴെയിടറാ എന്ന് പറഞ്ഞിട്ട് കരയുന്നൊരിതില്ലേ? കണ്ടില്ല, ഇല്ല, കുറെ കാണിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ സോ ദാറ്റ്സ് ഇറ്റ്. വെൽക്കം ബാക്ക് വിത്ത് അനദർ വീഡിയോ. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ആൻഡ് ഓൾസോ കമന്റ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ അല്ല റിയാക്ട്, ഡോണ്ട് വറി, വിൽ റിയാക്ട്. ഇവനെ കാണിക്കണമെന്നുള്ളത് കമന്റ് ചെയ്യുക. യെസ്, അച്ഛനെ കാണിക്കണം. സോറി, അവിനാശിനെ കാണിക്കണം. ഓക്കെ, അവിനാശിനെ കാണിക്കണം. So എല്ലാവരും ട്രോൾ ഇട്ട്. ഓക്കെ, സോ വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോ. Until then, goodbye. Bye.